പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ വലിയ അനുഗ്രഹത്താൽ കർത്താവിന്റെ ആത്മാവാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. കർത്താവിന്റെ വലിയ സ്നേഹമാണ്. കർത്താവ് തൻ്റെ പരിശുദ്ധിയും തൻ്റെ അനുഗ്രഹവും വെളിപ്പെടുത്താനും വർഷിക്കാനും ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവാത്മാവ് തന്നെ നമ്മളെ ഒരുമിച്ച് കൂട്ടുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചിന്റെ കൂട്ടായ്മയിൽ നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കുറേ സമയം നമ്മൾ എല്ലാ ദിവസവും കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിനെ ആരാധിച്ച് കൃതജ്ഞത അർപ്പിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കുറേ സമയം നമ്മൾ ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അല്ലെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, ഒരു ഹാബിറ്റായി. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല പ്രാർത്ഥന രീതികൾ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടും കൂടെ വരണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ കുറേ സമയം നമ്മളിങ്ങനെ കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ ഒരു വചനം പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നല്ലൊരു പ്രൈസാവർഷിപ്പ് നടത്തി ദൈവസഹായത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ അതിന് 30-ാം തിരുവചനം വളരെ നല്ലൊരു വചനമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിന് ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം ഇപ്പോൾ സ്ക്രീനിലിടാം. നിങ്ങൾ ആ വചനം എല്ലാം ഒന്ന് ഏറ്റു പറയുന്നത് നല്ലതാണ്. ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം. വചനം ഏറ്റു പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തൊരു ദൈവകൃപയാണ് വ്യാപരിക്കും. നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഈ വചനം കാണാതെ അങ്ങോട്ട് പഠിച്ചു, എന്നിട്ട് അച്ഛനെ കാണുന്ന സമയത്ത് അത് പറഞ്ഞു കേൾപ്പിക്കണം. സമ്മാനമുണ്ട്. അവരൊക്കെ പറയാം ഹല്ലേലൂയ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്. എല്ലാ കഴിവ് ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. വെറുതെ അങ്ങോട്ട് സ്തുതിച്ചാൽ പോരാ, നമുക്ക് എത്രമാത്രം കഴിവുകൾ ഉപയോഗിച്ച് അതങ്ങനെ അങ്ങോട്ട് സ്തുതിക്കണം. പ്രധാനം പറഞ്ഞാൽ സ്തുതിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക അല്ലേ, കൈ കൊട്ടി സ്തുതിക്കുക, അതൊക്കെ നമ്മൾ കഴിവ് ഉപയോഗിക്കുകയാണ്. പിന്നെ പറയാണ് സർവശക്തിയോടും കൂടെ നല്ല സ്വരമെടുത്ത് നല്ല പവർഫുള്ളായിട്ട് സ്തുതിക്കണം. എന്നിട്ട് പറയാം തളർന്നു പോകരുത്. കുറച്ചങ്ങൾ സ്തുതിച്ച് കഴിയുമ്പോഴത്തേക്ക് അയ്യോ തോന്നു പറഞ്ഞിട്ട് നമ്മൾ തളർന്നു പോകരുത്. ദൈവം നമ്മൾ എത്ര സ്തുതിക്കുന്നതിനേക്കാളും മുകളിലാണ് ദൈവം. നമ്മൾ എത്ര പുകഴ്ത്തിയാലും, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിച്ചാൽ കുടിച്ച് ഒരു പരിധിയിലെത്തും അല്ലേ, പിന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ച് ഒരു പരിധിയിലെത്തും. ഈ ദൈവസ്തുതി അങ്ങനെയല്ല, അതൊരു പരിധിയില്ലാത്ത സംഗതിയാണ്. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങിയാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വലിയ കൺവെൻഷൻ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങൾ
തൽക്ഷണം നടക്കുകയാണ്. കാരണം ദൈവസ്തുതി ഇപ്പം നടക്കുന്നിടത്ത് സ്തുതിയുടെ സിംഹാസനം മുടങ്ങും, അവിടെ ദൈവശക്തി വ്യാപരിക്കും, ദൈവം അവിടെ വന്നിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കാണ് കുറവലങ്ങാട് കൺവെൻഷൻ, ദൈവം അത്ഭുതം ചെയ്ത ഒരു കൺവെൻഷൻ ആയിരുന്നു. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാഴ്ച നേതൃത്വം നൽകി ഞാൻ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ വന്നൊരു കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ ഒരു അൽഫോൺസ് എന്ന് പറഞ്ഞിട്ട് പൂങ്കാഭാവ് എന്നൊരു ചേട്ടൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു ഗംഭീര സാക്ഷിയാണ്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അൽഫോൻസ് എന്നാണ് അൽഫോൻസ് എന്ന എൻ്റെ പേര്. ഞാൻ ഓമനപ്പുഴ, അതായത് ആലപ്പുഴ കടപ്പുറം ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. ആലപ്പുഴയെന്ന് ധ്യാനത്തിന് വേണ്ടി എനിക്ക് 21 വർഷമായിട്ട് എൻ്റെ മൂക്കിൽ മാംസം വളർന്ന് ഇവിടം വരെ വന്ന് മാംസം അല്ല മാംസം മൂക്കിൽ നിന്ന് മാംസം വളർന്നിട്ട് താഴേക്ക് പുറത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഭയം, കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയം. എൻ്റെ പെങ്ങൾ പറഞ്ഞ് നീ പേടിച്ച് നിന്നോ, ഇത് വളർന്ന് മണ്ണി മുട്ടും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഭയപ്പെട്ട്, കർത്താവേ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് മരുന്ന് ചികിത്സയൊന്നും അങ്ങനെ പോയില്ല? അതിനൊന്നും പോയില്ല, ഭയകൊണ്ട് അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്യുമെന്നറിയാം, അതുകൊണ്ട് ഞാൻ പോയില്ല. അതായത് സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഇങ്ങനെ മൂക്കിൻ്റെ ദശ വളരുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഭയങ്കര പേടി. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെന്ന് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര പേടി. അതുകൊണ്ട് ഓപ്പറേഷനോ കാര്യങ്ങൾക്കൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കൊറോണക്ക് മുമ്പ് സേവർ വട്ടാലച്ചൻ്റെ കൺവെൻഷൻ പൂങ്കാവ് പള്ളിയിലുണ്ട്. അവിടെ വെച്ച് സ്തുതിപ്പിൻ്റെ സമയത്ത് നാണമൊന്നുമില്ല, മറ്റുള്ളവർ കേൾക്കുമെന്നുള്ളൊരു ഇതില്ല. ഭയങ്കര സ്തുതിപ്പിൻ്റെ സമയത്ത് ഈ കഴിഞ്ഞ നടന്ന സ്തുതിപ്പ് പോലെ ഓവർ. ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ ഈ മൂക്കിലെ ഈ മാംസം അടർത്തി കളയണം, അല്ലെ നിർവീര്യമാക്കണം, അല്ലെ ശ്വാസോച്ഛ്വാസത്തിന് എനിക്ക് തടസ്സം വരില്ല കർത്താവേ, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതെൻ്റെ മൂക്കിൽ കാണുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ ശ്വാസം വലിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു? ശ്വാസം വലിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞെട്ടി രാത്രിയൊക്കെ ഞാൻ എഴുന്നേക്കും, ശ്വാസം കിട്ടിയല്ലോ ഇവിടെ. അതായത് ഒരു മൂക്കിലൂടെ മാംസം വളർന്ന് അത് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ശ്വാസം കിട്ടില്ല. അപ്പോൾ സ്തുതിപ്പ് നടക്കുന്ന സമയത്തല്ലേ, ഇതേപോലെ പ്രൈസാമാർഷിപ്പ് നടക്കുന്ന സമയത്ത് ഈ ചേട്ടൻ ഒരൊറ്റ പ്രാർത്ഥന, എൻ്റെ കർത്താവ് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ദൈവമേ ഞാൻ നാണമൊന്നും നോക്കിയില്ല, ഉറക്കെ അങ്ങ് സ്തുതിച്ചു അല്ലേ. ഞാൻ ഇത് കാര്യം കർത്താവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കൊരു നാണമായിരുന്നു. മറ്റുള്ളവർ സ്തുതിപ്പിൽ സമയത്ത് എന്ത് പറഞ്ഞാലും കേൾക്കുകയല്ല. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് നാണവും നോക്കിയില്ല, കർത്താവേ എന്ന് പറഞ്ഞ് ഒറ്റത്തെ സ്തുതിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അത് മാറിപ്പോയി. ഓമനപ്പുഴയിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണിത്. കാരണം എന്താണ്, ഇതെല്ലാം കാണുന്ന. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്, ഇതായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ കർത്താവിന്റെ ശക്തി ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ ഒരു വിശദീകരണം പറയേണ്ട ആവശ്യമില്ല. ആ സാക്ഷ്യത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവസ്തുതിപ്പ് എന്ന് പറയുന്ന പ്രാർത്ഥന. നമുക്ക് ചാടി എഴുന്നേൽക്കാം, ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എനിക്കൊരു സ്തുതിക്കാൻ ഒരു കൃപ തരണം കർത്താവ്. ചില ആൾക്കാർക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല, ചില ആൾക്കാർക്കൊക്കെ തൊണ്ട തുറക്കാൻ പറ്റുന്നില്ല, ചില ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പലതരത്തിലുള്ള മേഖലകളുണ്ടാവും. ഇപ്പം നന്നായിട്ട് കാര്യങ്ങൾ ഉയർത്തുകയാണ്, നന്നായിട്ട് സ്തുതിക്കാൻ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാൻ പറ്റുന്നില്ല, സ്വരം ഉയർത്താൻ പറ്റുന്നില്ല, മനസ്സ് തുറന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. കർത്താവെ, അങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്കും കർത്താവ് ഇപ്പോൾ ഒരു വിടുതൽ നൽകണമേ. അങ്ങയെ സ്തുതിക്കാൻ, അങ്ങയെ ആരാധിക്കാൻ ഇപ്പോൾ അഭിഷേകം തുറന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, ഇസ്രായേൽ സ്തുതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ, സർവശക്തിയോടെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് അങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിപ്പിക്കണമേ. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കൈകളടിച്ച് സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കൈകൾ ഉയർത്തി കൈയടിച്ച്, എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കരങ്ങൾ താഴ്ത്തി അടിച്ച്, ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ കർത്താവേ. എളിമയോടെ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. കർത്താവേ കർത്താവേ, അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളെ അവിടെ നമ്മൾ സുഖപ്പെടുത്തണമേ കർത്താവേ.
വർഷങ്ങളായിട്ട് രോഗപടി അനുഭവിക്കുന്നവർ, തളർന്ന് കിടക്കുന്നവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, മാറാ രോഗങ്ങൾ, കർത്താവ് ഓപ്പറേഷൻ ഭയമുള്ളവർ, പലവിധ സാഹചര്യത്തിൽ കടന്നു പോകുന്നവർ കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി സ്തുതിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. വിടുതലിന്റെ രാജാവേ, സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം വിശ്വസിക്കുന്നു. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം കൈകൾ ഉയർത്തി. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ഓ കർത്താവായ ദൈവമേ, കർത്താവ് കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിക്കുക, നന്നായിട്ട് സ്തുതിക്കുക. കുട്ടികളും ബാലന്മാരും യുവതി യുവാക്കളും ചേർന്ന് സ്തുതിക്കുകയാണ്. വലിയ സ്തുതിപ്പന്റെ അഭിഷേക സമൂഹത്തെ കർത്താവ് തരുന്നുണ്ട്. ദൈവമേ, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ദൈവമേ, എന്തിനെ പ്രതിയാണ് സ്തുതിക്കുന്നത്? നിനക്ക് പിന്നെ ഞാൻ അതായിരിക്കുമെന്ന് വിശുദ്ധ പൗസലിനെ വെളിപ്പെടുത്തിയ കർത്താവേ, ദൈവസ്തുതിപ്പ് നടക്കുന്ന സമൂഹത്തിൽ വിശുദ്ധിയുടെ വലിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ഉയർത്തി. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി അങ്ങ് സ്തുതിക്കുക. മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല, മറ്റാരെയും നോക്കുന്നില്ല. നീയും നിന്റെ ദൈവവും മാത്രമായിരിക്കുന്ന സമയമാണ്. കർത്താവേ, എളുപ്പപ്പെട്ട കരങ്ങൾ ഉയർന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ അവിടെ നോക്കി കാണണമേ. കരങ്ങൾ ഉയർന്നതിന്റെ അർത്ഥം എളുപ്പപ്പെടുന്നതിന്റെ അടയാളമാണ്, ദൈവത്തെ ആശ്രയിക്കുന്നതിന്റെ അടയാളമാണ്. കർത്താവേ, വലിയ എളിമയോടെ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മേൽ ദൈവമേ അവിടുത്തെ ശക്തി പ്രകടിപ്പിക്കണമേ. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. സ്തുതിച്ചു പാട് നീ എളിമയോടെ, നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തി. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസമുണ്ട് എന്ന് കണ്ട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ പത്രോസ് പൗലോസ് സംഘന്മാരുടെ പ്രത്യേക കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ, യേശുവിന്റെ തിരുശരീരത്തിലുള്ള അനന്ത യോഗ്യതയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, സംസാരത്തിന് തടസ്സമുള്ള കുഞ്ഞുങ്ങൾ, വിക്കുള്ള കുട്ടികൾ, സംസാരിക്കുമ്പോൾ തിരിയാത്ത അങ്ങനത്തെ പ്രകൃതമുള്ള ഓരോ വ്യക്തികളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നഗരത്തിന് കെട്ടഴിഞ്ഞ് ഗുണമായി സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മേൽ സ്വർഗ്ഗത്തിൽ അഗ്നി വർഷിക്കുമെന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, അവിടുത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ ശക്തി പ്രകടിപ്പിക്കണമേ. എന്താണോ ഈ പ്രിയപ്പെട്ട മക്കളുടെ ആവശ്യം, ആ ആവശ്യത്തിന് മേൽ കരുണയുടെ കര നീട്ടണമേ. പൈശാചിക ബന്ധനങ്ങൾ സ്തുതിപ്പിന്റെ അത്ഭുതകരമായ ഈ സമയത്ത് വിട്ടൊഴിഞ്ഞ് പുതുത പ്രാപിക്കട്ടെ. ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. വലിയ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ, വലിയ പ്രാർത്ഥന നിറവുണ്ടാകട്ടെ. ദൈവമേ, സ്വർഗ്ഗത്തിന്റെ സ്തുതിപ്പ് ഒരു ക്രമയായി ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ. ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കാം.
നല്ലൊരു പ്രൈസാവർഷം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെല്ലാവരും അഭിഷേകം ചെയ്തു. നമുക്ക് കർത്താവിന് നന്ദി പറയാം, സന്തോഷത്തോടെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഈ പ്രാർത്ഥന നമ്മെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രാർത്ഥന? ഇപ്പോൾ ഈ നമ്മൾ നടത്തിയ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതിപ്പ്, ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സിലേക്ക് ഈസി ആയിട്ട് വരാത്ത ഒരു പ്രാർത്ഥനയാണ് ദൈവസ്തുതിപ്പെന്ന് പറയുന്ന പ്രാർത്ഥന. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സ്വർഗസ്വനായ പിതാവേ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും, നന്മ നിറഞ്ഞ മറിയമേ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ മാർപ്പാപ്പ പറയുകയാണ്, നമ്മൾ ഒരു സൈഡിൽ ഇട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവസ്തുതിപ്പ്. അങ്ങനെയല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഉപകാരപ്രദമായ നല്ലമായ പ്രാർത്ഥനയും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട ഒരു പ്രാർത്ഥനയുമാണിതെന്ന് മാർപ്പാപ്പ 2014 മാർപ്പാപ്പയുടെ ഒരു പ്രഭാഷണത്തിൽ വന്നത് ഒസറത്ത റൊമാനയിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഓർക്ക പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദൈവസ്തുതിപ്പെന്ന് പറയുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവാത്മാവിൻ്റെ വലിയ ശക്തമായ ഒരു പ്രവാഹം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ, പെട്ടെന്ന് നമ്മളെ ദൈവാനുഭവത്തിലേക്ക് എത്തിക്കും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം, 2 Kings chapter 3 verse 15. അതിനെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി എലീഷായുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? ഇതിനൊരു പശ്ചാത്തലമുണ്ട്. യഹോഷാഫാത്ത് രാജാവ് ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം അന്ന് യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്ന് ഒരു തീരുമാനമെടുക്കുന്നത് ഏതെങ്കിലും ഇസ്രായേലിലെ പ്രവാചകന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ പ്രവാചകന്മാരെ പ്രാർത്ഥിച്ച് യുദ്ധത്തിന് പൊക്കോ, വിജയമായിരിക്കും എന്ന് പറഞ്ഞാലാണ് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുക. അതാണ് ദൈവഹിതം ആരായും. അങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങുന്ന ആ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്ന് യഹോഷാഫാത്ത് രാജാവ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ എലീഷ പ്രവാചകന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ എലീഷാന്റെ അടുത്ത് ഈ ദൂതൻ ചെന്നിട്ട് ചോദിച്ചു, രാജാവ് ചോദിക്കുന്നു, ഞങ്ങൾ പുറപ്പെടണമോ വേണ്ടയോ, ശുഭമാണോ അശുഭമാണോ, എന്താണ് ദൈവഹിതം, പ്രാർത്ഥിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ എലീഷ പ്രവാചകൻ അപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമില്ലാത്ത ഒരു മരവിപ്പ്, ഒരു മന്ദത, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫുൾ ഉണർവില്ല. അല്ല, അപ്പോൾ ഈ എലീഷായ്ക്ക് ഒരുപാട് ആത്മീയ പരിജ്ഞാനമുള്ളത് കൊണ്ട് ഇങ്ങനെ ഉണർവില്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മരവിപ്പ്, ഒരു മന്ദത, ഒരു ഉഷാറില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് എലീഷായ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പം ഞാൻ നല്ല പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, പിന്നെ വാ എന്നൊന്ന് പറഞ്ഞ് രാജാവിനോട് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യങ്ങൾക്ക് തീർച്ചയായും തീരുമാനം ഉണ്ടാവും. അവൾ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ എലീഷ വേഗം പറയാണ്, ഒരു ഗായകനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ പെട്ടെന്നൊരു ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക്, പെട്ടെന്നൊരു പ്രാർത്ഥനയുടെ കൃപയിലേക്ക് എങ്ങനെ വളരാമെന്ന് എലീഷയ്ക്ക് അറിയാം. മുൻ അനുഭവമുണ്ട്, ആത്മീയ പരിജ്ഞാനമുണ്ട്. ഒരെണ്ണ ഗായകനെ കൊണ്ടുവന്നു, ഗായകൻ പാടി. എലീഷ, ഇപ്പം നമ്മൾ ഇവിടെ പാട്ട് പാടിയപ്പോൾ നമ്മൾ ചേർന്ന് പാടിയതുപോലെ എലീഷായും ചേർന്ന് അങ്ങോട്ട് പാടി. എന്താ സംഭവിച്ചത്? കർത്താവിന്റെ ആത്മാവ് എലീഷായുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങൾ, ഇതാണ് സെന്റ് അഗസ്ത്യൻ പറയുന്നത്, ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ദൈവസ്തുതിപ്പ്, നന്ദി പറയൽ, യേശുനാമ ജപം, ഇതേപോലെയുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരും. മറ്റൊരു ഉദാഹരണം പുതിയ നിയമത്തെ ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാമത്തെ അധ്യായം, നിങ്ങളതൊന്ന് എടുത്ത് സമയം കിട്ടുമ്പോൾ മൊത്തം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അവിടെ പൗലോസും ശീലാസും കൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഭാവി ഫലം പ്രവചിക്കുന്ന തിന്മയുടെ ദുരാത്മാവുള്ള ഒരു അടിമ പെൺകുട്ടി
ആ പെൺകുട്ടി പൗലോസിന്റെ ശീലാസിന്റെ പുറകെ നടന്ന് ഇങ്ങനെ പിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ വേണ്ട വേണ്ട പോട്ടെ ഒഴിവാക്കി വിട്ടു. കുറച്ച് വീണ്ടും കയറി വരികയാണ്. ഉടനെ പൗലോസ്ലീഹ യേശുവിന്റെ നാമത്തിൽ തിരിഞ്ഞൊരൊറ്റ ശാസന, ദുഷ്ടപിശാച് വിട്ടുപോവുക. ആ പിശാച് ആ പെൺകുട്ടിയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ആ പിശാച് ബാധിച്ച പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ ചില വരുമാനം ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അവരെന്തെന്നറിയാവോ, അവർ പൗലോസിനെ ശീലാസിനെ പിടിച്ച് നാടൻ രീതിയിൽ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്തു, നന്നായിട്ട് അടി കൊടുത്തു. അതിനുശേഷം ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടായി കാരാഗൃഹം അവരുടെ പിടിച്ച് ഒഫീഷ്യൽ അടി വേറെ കൊടുത്തു. അതിനുശേഷം പിന്നെ വീണ്ടും അവരെ പിടിച്ചുകൊണ്ട് കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് വീണ്ടും അടിച്ചു. എൻ്റെ സഹോദരങ്ങൾ, എന്താ സംഭവിച്ചത്? രാത്രി ആയപ്പോൾ ഈ പൗലോസും ശീലാസും അവർ നല്ല ഉണർവോടെ ഇരിക്കുകയാണ്. അവർക്ക് അന്നേരം നന്നായിട്ട് നമുക്കിപ്പോൾ കൊട്ടിപ്പാടുന്ന ജിപ്സി അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ, അതൊന്നും കയ്യിലില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് ചങ്ങലകളാണുള്ളത്. ആ ചങ്ങലകളെ ചേങ്ങലകളാക്കി രാത്രി കാലേ അവർ സ്തുതിച്ച് കീർത്തനം ആലപിച്ച് പാടി ആരാധിച്ച് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? കല്ലറകളെ ഭേദിക്കുന്ന, ജയിലറകളെ തുറക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, വലിയ പ്രവാഹം ആ ജയിലറയിലുണ്ടായി. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ പത്രോസും പൗലോസും കൂടെ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്രീ ആയിട്ട് അടി കിട്ടിയപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് അടി കിട്ടിയപ്പോൾ ദൈവം ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്നു. ജയിലിൽ കൊണ്ടുപോയപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ദൈവം അവർക്കൊരു അനുഭവമായി മാറിയതപ്പോഴോ അവർ ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങിയപ്പോഴാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെക്കുറിച്ച് വിശുദ്ധ അത്തനേഷ്യസ് പറയുന്ന മനോഹരമായ കാര്യമുണ്ട്. വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഒട്ടും വർദ്ധിക്കുന്നില്ല, മറിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും കൃപയാൽ നിറയപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ സ്തുതിപ്പ് കേട്ടിട്ട് ദൈവത്തിന്റെ മഹത്വം ഒട്ടും വർദ്ധിക്കുന്നില്ല, മറിച്ച് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ നിറയപ്പെടുകയും ചെയ്യുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ പല തരത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകളിൽ അതിനാൽ തന്നെ നല്ലതാണ്. ഒരു സ്ഥലത്ത് ദൈവം ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മുറിയിൽ കയറി കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. മറ്റൊരു സ്ഥലത്ത് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുഹയിൽ പോയിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. വേറെ സ്ഥലത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മറ്റൊരു സ്ഥലത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മറ്റൊരു സ്ഥലത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക, നൃത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരേ കർത്താവ് തന്നെ ബൈബിളിൽ പല സ്ഥലത്ത് പല രീതിയിലാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന മറ്റൊരു പ്രാർത്ഥനയേക്കാൾ മോശമാണെന്നോ നല്ലതാണെന്നോ അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ഒരേ കർത്താവ് തന്നെയാണ് ഈ പ്രാർത്ഥനകളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന മോശമല്ല. നമുക്ക് സൈലൻസ് പ്രാർത്ഥന വേണം, നമുക്ക് ധ്യാനം വേണം, മെഡിറ്റേഷൻ വേണം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം, അതെല്ലാം നമുക്ക് വേണം. പക്ഷേ മാർപ്പാപ്പ പറയുന്നാൽ ഒരു സൈഡിലാക്കിയിട്ട് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ പ്രാർത്ഥന ഒഴിവാക്കരുത്. കാരണം ഇത് ഒരുപാട് ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളുള്ള പല പൈശാചിക ബന്ധനങ്ങളും അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും ഈ പ്രാർത്ഥന സമയത്ത് വിട്ടുപോകും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, പഴയ നിയമത്തിൽ ആ സാവൂൾ രാജാവിനെ ദുഷ്ടാരൂപെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് കീർത്തനം പാടി അല്ലേ, വാദ്യ ഉപകരണങ്ങളോടെ സ്തുതിച്ച് ആരാധിക്കാൻ ദുഷ്ടാത്മ വീട് വിട്ടുപോവാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വാ. ഇപ്പൊ നമ്മളുടെ കണ്ട അപ്പോസ്തലപ്പെടുന്ന 16-ാമത്തെ അധ്യായം, അവിടെ പൗലോസ് ശീലാസും രാത്രി ഇതേപോലെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇവരുടെ സ്തുതിപ്പ് കേട്ടുകൊണ്ട് ജയിൽ അറയിൽ ഉണ്ടായിരുന്ന സഹ തടവുകാരുടെ ചങ്ങലകളും അഴിഞ്ഞു വീണു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതിപ്പ് കേൾക്കുന്നവരുടെ ചങ്ങലകൾ അഴിയും. അപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് കുറച്ച് സമയം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ഹോസ്റ്റൽ റൂമിലാണ്, കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ എല്ലാം ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്, ദൈവാത്മാവിന്റെ പ്രവാഹം ഉണ്ടാകുകയാണ്, ദൈവം അവിടേക്ക് വരികയാണ്. എന്താ കാരണം?
22-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനത്തിൽ 3-ാം തിരുവചനം, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനേ അവിടുന്ന് പരിശുദ്ധനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മൾ പണ്ട് 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചോദ്യമുണ്ട്, ദൈവം ആരാകുന്നു? അപ്പൊ നമ്മൾ ദൈവം പിതാവാകുന്നു അല്ലേ? പിന്നെ ദൈവം എത്ര, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെയാണ് വസിക്കുന്നത്? അത് നമ്മൾ കാണാതെ പഠിച്ചു. സ്തുതിയുടെ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവസ്തുതിപ്പ് നടത്തുമ്പോൾ അവിടെ സ്തുതിയുടെ ഒരു സിംഹാസനം ഒരുങ്ങുകയാണ്. ആ സിംഹാസനം ഒരുങ്ങിയാൽ അവിടെ രാജാതിരാജനായ ഈശോ മിശിഹ അവിടെ വന്നിരിക്കും. അങ്ങനെ ഈശോ അവിടെ വന്നാൽ ആ പ്രദേശത്ത്, ആ വ്യക്തിയിൽ അവിടെ എല്ലാം വലിയ ദൈവകൃപ വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പസ്തോലന്മാര് ഇങ്ങനത്തെ പ്രാർത്ഥനകൾക്ക് ഉപയോഗിച്ചു. ബൈബിൾ എന്റെ സൂചനയുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന് 37-ാം തിരുവചനം, അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കണ്ടോ? അപ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ ഉച്ചത്തിൽ അവർ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈശോയുടെ ഉത്ഥാന ശേഷം അപ്പോസ്തലന്മാർ എന്തായിരുന്നു ചെയ്തത്? സ്വർഗ്ഗാരോഹണ ശേഷം ലൂക്കായുടെ ശേഷം 24-ാമത്തെ അധ്യായത്തിൽ 53-ാം തിരുവചനം, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. നമ്മുടെ എല്ലാ പ്രായത്തിലുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ ആഗ്രഹമാണത്. സങ്കീർത്തനം 148, 11, 13, ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ആരെ വിട്ടുപോയിട്ടില്ല. എല്ലാ ഗണത്തിലുള്ളവരും. കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും പറയാം, കുഞ്ഞുങ്ങളെ കൊണ്ട് അഭിഷേകം കാണുമ്പോൾ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ സ്തുതിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. അത് നമ്മളെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സങ്കീർത്തനം 8:2, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ദൈവസ്തുതിപ്പ് കുഞ്ഞുങ്ങളിൽ നിന്ന് ഏത് ഗണത്തിൽ നിന്ന് ഉയർന്നാലും അവിടെ ദൈവത്തിന്റെ ഒരു ആവാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിൽ ഉയരുന്ന സ്തുതിപ്പുകളോടെ നമുക്കായിരിക്കാം. വിശുദ്ധ അത്തനേഷ്യസിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യം നമുക്ക് ഓർക്കാം. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും വർദ്ധിക്കുന്നില്ല, മറിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും കൃപ കൊണ്ട് നിറയപ്പെടുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉദ്ധിതനായ കർത്താവിനെ, ദിവ്യകാരുണ്യ ഈശോയെ നമ്മളിപ്പോൾ ആരാധിച്ച് സ്തുതിക്കുകയാണ്. നമ്മൾ അനേകം പേരെ കർത്താവ് വിശുദ്ധീകരിക്കും. അനേകം പേർക്ക് കൃപകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കും. അനേകം വ്യക്തികളിൽ രോഗസൗഖ്യങ്ങൾ കർത്താവ് നൽകും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോസ്തലന്മാർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ സംഭവിച്ചതെല്ലാം സംഭവിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ സ്തുതിപ്പിന്റെ സമയത്ത് എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സമൂഹത്തിൽ കണ്ടവരാണ് നമ്മൾ. കാര്യങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. കുറേ സമയം സ്തുതിക്കുകയാണ്. സ്തുതിപ്പിന്റെ സമയത്ത് അനുഗ്രഹങ്ങൾ മാത്രമല്ല, സ്തുതിപ്പിന്റെ ഒരു കൃപ തന്നെ കർത്താവ് തരും. ഹൃദയം തുറന്ന് സ്തുതിക്കാൻ, എപ്പോഴും ഒരു സ്തുതിയുടെ ജീവൻ നയിക്കാൻ കർത്താവ് അനേകം അഭിഷേകം ചെയ്യും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സ്തുതിക്കുന്ന സർവസ്തുതികൾക്കും വിശുദ്ധീകരണത്തിന്റെ ചൈതന്യം നിറയട്ടെ, കൃപയുടെ ചൈതന്യം വ്യാപരിക്കുന്നു. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. യേശുവേ നീ മാത്രമേ. കുടുംബങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നു.
സ്തുതിപ്പിന്റെ സമയത്ത് പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു. തടസ്സങ്ങളുടെ ചങ്ങലകൾ അടിയുന്നു. യേശുവേ നീ